മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 28/6/1992 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം, കാർത്തിക 4-ാം പാദം. മിഥുന ലഗ്നം, ലഗ്നത്തിൽ സൂര്യൻ, ശുക്രൻ, കേതു, 2-ൽ ബുധൻ, 3-ൽ വ്യാഴം, 4 ശൂന്യം, 5 ശൂന്യം, 6-ൽ ഗുളികൻ, 7-ൽ രാഹു, 8-ൽ ശനി, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ കുജൻ, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രധാനമായും മിഥുന ലഗ്നം ഭരിക്കുന്നത് ബുധൻ 2-ൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ സൂര്യൻ, ശുക്രൻ, കേതു. സൂര്യൻ, ശുക്രൻ ഈ 2 ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. എന്ന് വച്ചാൽ ഇദ്ദേഹം പല കാര്യങ്ങളും ചിന്തിക്കുന്നതോ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റു പലർക്കും അറിഞ്ഞോ അറിയാതെയോ അവരിലൊരു മുഷിച്ചിൽ അല്ലെങ്കിൽ ഒരു തരം ശത്രുത ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ചും ഇവിടെ ശുക്രൻ്റെ സ്ഥാനം 5-ാം ഭാവാധിപൻ കൂടാണ്. എന്ന് വച്ചാൽ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ലഗ്നത്തിൽ ശത്രുവായ സൂര്യനോടൊത്ത്, കേതുവിനോടൊത്ത്, അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നത്. രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ 2-ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ് രാഹു ഇവിടെ ലഗ്നത്തിലേക്ക്, എന്ന് വെച്ചാൽ കേതു നിൽക്കുന്ന ഇടത്തേക്ക്, സൂര്യനും ശുക്രനും നിൽക്കുന്ന ഇടത്തേക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. ഇതും നെഗറ്റീവായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പൊസിഷനിങ് കൂടാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് മുഷിച്ചിലുകൾ ഉണ്ടാക്കുക, അതല്ല എങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലും സൂത്രബുദ്ധികൾ ഉപയോഗിച്ചു പോലും നേടിയെടുക്കാൻ തക്ക ശേഷി ആർജിക്കുന്ന ഒരു ചിന്താഗതി വച്ചു പുലർത്താം. അത് മറ്റു പലർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും അത് അവരൊറ്റ കാരണം കൊണ്ട് തന്നെ മറ്റു പലർക്കും ശത്രുത, അതല്ല എങ്കിൽ മുഷിച്ചിൽ, ഇദ്ദേഹത്തിൽ നിന്നും അല്പം മാറി അകന്ന് നിൽക്കുന്ന പ്രവണത കാണിക്കുന്ന രീതികൾ ഉണ്ടാകാം. ഒരിക്കലും അത് മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇത്തരം ആളുകൾ പൊതുവെ സൂത്രശാലികളായിരിക്കും. കുബുദ്ധികൾ പ്രയോഗിച്ച് കാര്യങ്ങൾ നേടുന്നതിൽ അതിവിദഗ്ധരുമായിരിക്കും. എല്ലാത്തിനും സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കുബുദ്ധികൾ പ്രയോഗിച്ച് നേടുമ്പോഴും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ന്യായവാദങ്ങളും ഉണ്ടാകും. അതിൽ പലതിനും ന്യായവും ഉണ്ടാകും. പക്ഷേ അത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ന്യായമായ പല കാര്യങ്ങളും ആയിരിക്കില്ല എന്നതാണ് സാരം. പൊതുവിൽ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോഴാണത് ന്യായമായിരിക്കുക. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത്, മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത് 12-ലാണ്. അവിടേക്ക് രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. ഇതും മനസ്സിനെ കലുഷിതമാക്കും. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക, അതല്ലെങ്കിൽ ശരിയേതാണ് തെറ്റേതാണ് എന്ന് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനിച്ച കാര്യം നടന്നേ തീരുമെന്ന് വാശി പിടിക്കുന്ന സ്വഭാവമൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകാം. ഈ വ്യക്തിക്ക് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും നേട്ടങ്ങളും പ്രത്യേകിച്ചും പറയണം. ഇന്നത്തെ കാലത്ത് സൂത്രബുദ്ധി ഉപയോഗിക്കുന്നവർക്കാണ് നേട്ടങ്ങൾ അധികവും കണ്ടുവരുന്നത്. വളരെ ശരിയായ രീതിയിൽ ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പാതയിൽ പോയി കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ സൂത്രബുദ്ധി ഉപയോഗിച്ച് പോകുന്ന ആളുകൾ പെട്ടെന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട കാറ്റഗറിയിലുള്ളതാണ് ഈ ഗ്രഹനില. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം. ലഗ്നാൽ 7 രാഹു നിൽക്കുന്നു. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയാണ്, ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയാണ് രാഹു വിവാഹസ്ഥാനത്ത് നിൽക്കുന്നത്. അവിടേക്ക് ലഗ്നത്തിൽ നിന്നുകൊണ്ട് സൂര്യനും ശുക്രനും തൻ്റെ പ്രബല ദൃഷ്ടികൾ നടത്തുന്നുമുണ്ട്. ഇത് ഒട്ടും നല്ലതല്ല. വിവാഹകാരകഗ്രഹം ശുക്രൻ സൂര്യനോട് നിൽക്കുന്നത് അശേഷം നല്ലതല്ല. പ്രത്യേകിച്ചും 2 പേരും കൂടെ ഒരുമിച്ച് രാഹു നിൽക്കുന്ന ഇടത്തേക്ക്, ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് തർക്കസാധ്യത, കലഹങ്ങൾ, ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണത്. അങ്ങനെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
എന്നാൽ അവർക്ക് മറ്റുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയെടുത്തക്ക വിധം കാര്യങ്ങളെ ഒളിച്ച് സൂത്രബുദ്ധികൾ ഉപയോഗിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ പുറത്തു വരുത്തി സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷിയും ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാറ്റഗറിയിലുള്ള പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയാണിത്. കാർത്തിക, പൊതുവേ കാർത്തികക്കാർക്ക് അല്പം സൂത്രബുദ്ധി കൂടുതലായിരിക്കും. ഒരുപാട് നക്ഷത്രങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും. അതിൽ കാർത്തികക്കാർക്ക് ഒരല്പം സൂത്രബുദ്ധി, കൗശലമായി കാര്യങ്ങളെ ചിന്തിച്ച് നടപ്പാക്കുന്നതിൽ ഒരല്പം പ്രാവീണ്യം കൂടുതലായിരിക്കുമെന്ന് സാരം. കാർത്തിക എന്ന നാളിനേക്കാൾ ഉപരിയായത് നാളിൻ്റെ ഒരു പൊതു സ്വഭാവങ്ങളിൽ ഒന്നാണ്. നാള് എന്നതിലുപരിയായിട്ട് ഈ ഗ്രഹനിലയിൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ സൂര്യനോടൊത്ത് പ്രത്യേകിച്ചും രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും 5ലേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് കൗശല ബുദ്ധി ഉണ്ടാകും. 5-ാം ഭാവാധിപനുമായി ബന്ധപ്പെട്ടോ ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടോ രാഹുവിന് ഏതെങ്കിലും രീതിയിൽ ബന്ധം വന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് കൗശല ബുദ്ധി ഉണ്ടാകും എന്നത് വളരെ നഗ്നമായ സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 11ാം സ്ഥാനം എന്ന് വെച്ചാൽ 11ാം ഭാവം മേടത്തിൽ കുജൻ നല്ലതാണ്, വളരെ നല്ലതാണ്. ലാഭസ്ഥാനത്ത് കുജൻ സ്വന്തം ക്ഷേത്രത്തിൽ മോശം ദൃഷ്ടികളൊന്നുമില്ലാതെ തന്നെ ഗുളികൻ്റെയോ ശനിയുടെയോ രാഹുവിൻ്റെയോ ഒന്നും ബന്ധങ്ങളില്ലാതെ തന്നെ നിൽക്കുന്നത് അങ്ങേയറ്റം നല്ലതാണ്. മാത്രവുമല്ല അവിടേക്ക് വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി കൊണ്ടുതാനും ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടണ്ട എന്ന് വേണ്ട എന്ന് വിചാരിക്കുന്ന വസ്തുവകകൾ, പ്രത്യേകിച്ചും ഭൂമി ഭാഗ്യം എന്ന് പറയില്ലേ, അത്തരം അവസ്ഥകൾ ഇദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ചിന്തിക്കാത്ത സമയത്ത് തന്നെ ഉണ്ടാകാൻ, നേടാൻ, കിട്ടാൻ, ലഭിക്കാനൊക്കെയുള്ള ഭാഗ്യം, അത് ഇദ്ദേഹത്തിൻ്റെ പ്രായോഗികതയിൽ ഭാഗ്യമായിട്ട് കാണേണ്ടി വരും. കാര്യം ഇദ്ദേഹത്തിനത് എഫേർട്ട് എടുത്താലും ഇല്ലെങ്കിലും കിട്ടണമെന്ന് യോഗമുണ്ട്. പക്ഷേ അത് മറ്റു പലർക്കും നഷ്ടങ്ങളായി വരുന്നതാവരുത് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഒരു നീതി അല്ലെങ്കിൽ ന്യായമെന്ന് പറയാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട മുതൽ സ്വന്തം കയ്യിലേക്ക് വരുന്നത് ഒരിക്കലും ധർമ്മചിന്ത പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ അത് നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഇത്തരക്കാർക്ക് അങ്ങനെ ചിന്തകൾ ഉണ്ടാവില്ല. എന്ത് നേട്ടം വരുന്നുവോ അത് നല്ലത്, ലാഭം എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇതും ആ കാറ്റഗറിയിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ധാരാളം ഭൂസ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള, ലാഭമായി കിട്ടാനുള്ള, നേടാനുള്ള ഭാഗ്യം ഈ ജാതകത്തിൽ, ഈ ഗ്രഹനിലയിലുണ്ട്. ലാഭസ്ഥാനത്ത് കുജൻ നിൽക്കുകയും അവിടേക്ക് 3-ൽ നിന്നുകൊണ്ട് വ്യാഴം തൻ്റെ 9ാമത്തെ ദൃഷ്ടി നടത്തുകയും ചെയ്യുകയാണ്. വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ ന്യായാന്യായങ്ങൾ കൂടെ നോക്കി അത് ചെയ്താൽ അത് ഏറ്റവും നല്ലത്, മനോഹരമാവുന്ന ഒരു അനുഭവമായി മാറും. അതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ രാഹുദശയാണ് നടക്കുന്നത് ഇദ്ദേഹത്തിന്. 2027 വരെ രാഹു ഉണ്ട്. രാഹു തീരുന്ന മട്ടാണ്, എന്ന് വെച്ചാൽ രാഹു തീരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് സാരം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു അനുഭവമാണ്. രാഹു തീരുന്ന കോളിൽ എന്തെങ്കിലുമൊക്കെ വളരെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് സംഭാവന ചെയ്തു പോകുന്ന ഒരു രീതി പൊതുവേ രാഹു കാണിക്കുന്നുണ്ട്. 100-ൽ 100 പേർക്കും അങ്ങനെയാണ് എന്നൊന്നുമല്ല. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു 3ഓളം പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രാഹു ലഗ്നാൽ 7-ൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയിൽ, പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന രാഹു 7-ാൽ വിവാഹസ്ഥാനത്ത് നിൽക്കുകയും പൊതുവേ തർക്കങ്ങൾ ഉണ്ടായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ രാഹുദശ കഴിയാൻ പോകുന്ന കോളിൽ ഒരല്പസ്വല്പം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അധികം തർക്കങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് ഉത്തമം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ അതുകൊണ്ട് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. സൂചി കൊണ്ടെടുക്കേണ്ടുന്നത് തൂമ്പം കൊണ്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഗ്രഹനില ഇതിലുണ്ട്. 7-ൽ രാഹു നിൽക്കുന്നു, ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു എന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പൊസിഷനിങ് തന്നെയാണ്. പിന്നെ അവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് 7-ാം ഭാവാധിപൻ വ്യാഴമാണ് എന്നതൊരാശ്വാസമാണ്. അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നതും ഒരാശ്വാസമാണ്. ഇതാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ രാഹുദശ നടക്കുന്ന സമയം എന്തു തന്നെയാണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെ മറികടന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഗുളികനും രാഹു. ആ ധാരണ കൃത്യമായി മനസ്സിലാക്കുക. കൃത്യമായി വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ നല്ല രീതിയിൽ പോകാനും സാധിക്കും. പക്ഷേ ഇതിന് ഈ വ്യക്തി മയപ്പെടണം, ഒതുങ്ങണം. അനാവശ്യമായി മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിൽ തലയിടാൻ പോകുന്ന ശീലം ഒഴിവാക്കുക. അവനവൻ്റെ കാര്യങ്ങളിൽ നീതിയും ന്യായമൊക്കെ നോക്കി നടക്കുന്ന രീതിയിലേക്ക് മാറുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ല ജാതകമായി നല്ല ഫലങ്ങൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നതും
അത്ഭുതമായി കാണേണ്ടതില്ല, വരിക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം, സൂര്യദശയിൽ ജനിച്ചു. 92 വരെ സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം 7 കൊല്ലം 2009 വരെ കുജദശ അഥവാ ചൊവ്വ, ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ രാഹു 2027 വരെ 18 കൊല്ലം, ശേഷം ഗുരു 2043 വരെ, ശേഷം ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു രാഹുവാണ്. രാഹുവിൽ ചന്ദ്രൻ്റെ അപഹാരമാണ്. 15/2/2025 തൊട്ട് 17/8/2026 വരെയുള്ള കാലം രാഹുവിൽ ചന്ദ്രൻ നല്ലതല്ല. 7 ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ 12 രാഹുവിൻ്റെ 6ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനും. ശ്രദ്ധിക്കുക, മനസ്സ് സംബന്ധമായിട്ടുള്ള മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക കരുതൽ എടുത്തില്ല എങ്കിൽ മനോവിഷമം തന്നെ ഉണ്ടാകാൻ, നിരാശ തന്നെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത് എന്നും മനസ്സിലാക്കുക. കൃത്യമായി പരിഹാരങ്ങൾ എടുത്ത് വേണ്ടുന്ന രീതിയിൽ തന്നെ ജീവിതത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.